ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കും വിധങ്ങൾക്കുമായി ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയരെ, പ്രാരംഭമായി 2025 നാം പ്രവേശിച്ചു കഴിഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ. കഥാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വർഷം ദൈവം എന്നോട് സംസാരിച്ചത് ദ ഇയർ ഓഫ് ഗ്ലോറി, ഇത് മഹത്വത്തിൻ്റെ വർഷമാണ്. ഹല്ലേലൂയ. കഥാവ് നിങ്ങളെ അത്ഭുതത്തിലേക്ക് നടത്തുവാൻ പോകും. ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് സാധിക്കാത്തത് മഹത്വം കൊണ്ടുവരാൻ പോവുകയാണ്. നഷ്ടങ്ങളെ ലാഭമാക്കുന്ന മഹത്വത്തിൻ്റെ ശക്തി നിങ്ങൾ കാണുവാൻ പോകുന്നു. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ബ്രദറിനും കുടുംബത്തിനും വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ എപ്പിസോഡ് തിരുവനന്തപുരത്ത് നിന്ന് PG ജോർജ് ബ്രദറാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കഥാവിൻ്റെ മകനായിട്ട് ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ്. ഈ മിനിസ്ട്രിക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ 2 മക്കളും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് മകൾ UK-യിലായിരിക്കുന്നു. ആ മകളുടെ കുടുംബജീവിതവും തൻ്റെ ജോലിയും സാമ്പത്തികവും എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ടും, അതേപോലെ തൻ്റെ മകൻ കുടുംബമായി ബാംഗ്ലൂരിലായിരിക്കുന്നു. ആ മകന് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ദൈവം കൊടുക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ അടുത്ത പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ മകൻ്റെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന ബ്രദറിൻ്റെ ശാരീരികമായ നിലകൾ സൗഖ്യമാകേണ്ടതിനായിട്ട്, പൂർണ്ണമായും ശാരീരികമായി നിൽക്കുന്ന ക്ഷീണങ്ങൾ മാറേണ്ടതിനായിട്ട്, തൻ്റെ ജീവിതത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന നന്മകൾ കാണേണ്ടതിനായിട്ട്, ഇവർ കുടുംബമായി അനുഗ്രഹം പ്രാപിക്കേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് തൻ്റെ വൈഫിനെ കൂടെ നമുക്ക് ഒരുമിച്ച് ഏൽപ്പിക്കാം. ഇവർ ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവികമായ നന്മകൾ കാണുവാനായിട്ട്, ആരോഗ്യം സൗഖ്യം ഈ വർഷം ഇവർക്ക് ദൈവം ദാനമായി നൽകുവാൻ പോകുന്നതിനായിട്ട് എല്ലാ നിലയിലും നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇവർക്കായി പ്രാർത്ഥിക്കാം. ഈ സമയത്ത് എന്നെ കാണുന്ന നിങ്ങളും 2025 ജാനുവരി 1-ാം തീയതിയിലെ എപ്പിസോഡിനായി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിക്കുന്നു. ഇവർ മുഖാന്തരമാണ് ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ദൈവം യോബിൻ്റെ ദൈവമാണ്. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. ഈ വർഷം വലിയ മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. അറിയാം, ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ല, ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെ പറയുന്നവർ ഇന്നത്തെ ഈ മെസ്സേജ് കേൾക്കണമേ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലതുളവായി വരും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് കഥാവിൻ്റെ മുഖത്തേക്ക് നോക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ PG ജോർജ് ബ്രദറിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 2 മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കഥാവെ, മകളെ കുടുംബമായി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ദേശത്തിൽ മാനിക്കണം, അവരെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഥാവെ, അതേപോലെ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കരം, ദൈവത്തിൻ്റെ വലിയ ശക്തി വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട് കർത്താവെ, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ, അങ്ങയുടെ കരം വെളിപ്പെടണമേ. അപ്പ ഞാൻ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ, അവരെ കുടുംബം ഏറ്റവും അനുഗ്രഹത്തിലേക്ക് വരേണ്ടതിനായി ആ മകൻ്റെ ആവശ്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കണമേ. ആ മകൻ അധികമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമേ. അപ്പ ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദാസനും PG ജോർജ് ബ്രദറിനും കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെയും തൻ്റെ വൈഫിനെയും സൗഖ്യമാക്കി ഇവരുടെ ആവശ്യങ്ങളെല്ലാം ദൈവം കൂടെ ഇരുന്ന് ഈ വർഷം ഒരു വലിയ സന്തോഷവും വലിയ സമാധാനവും ദൈവം പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിച്ച നന്മകൾ ഈ വർഷം ഇവരുടെ മേളിലേക്ക് അങ്ങ് വെളിപ്പെടുത്തണമേ. അപ്പ ഒരിക്കൽ കൂടെ ഞാൻ ഈ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. വലിയ നന്മ കാണാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നവരുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എത്ര പേർ വിശ്വസിക്കും ഈ ജാനുവരി 1-ാം തീയതി അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകത്തില്ല, ലജ്ജിച്ചു പോകത്തില്ല. ഏതെല്ലാം തടസ്സങ്ങളാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിലും ഇനി ഒരു മാർഗമില്ലെങ്കിലും ഈ വർഷം മഹത്വത്തിൻ്റെ വർഷമാണ്. നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങി വരുന്ന വർഷം. കാരണം മഹത്വം നിങ്ങളെ മൂടുവാൻ പോവുകയാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തെ ആരംഭവാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. തമ്പുരാൻ്റെ വചനം വ്യക്തമായി നമ്മെ കേൾപ്പിക്കുകയാണ്. കർത്താവ് മഹത്വത്തിൽ വസിക്കുന്നവനാണ്. ഈ മഹത്വം മറ്റൊരുത്തനുമായി വിട്ടുകൊടുക്കത്തില്ല. എന്നാൽ കാൽവരി ക്രൂശിലൂടെ എനിക്കും നിങ്ങൾക്കും കിട്ടിയ വലിയ പദവി എന്ന് പറയുന്നത് ഈ വലിയവനായ ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാനും, ഇതാ മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ള ആഴം തിരിച്ചറിയുക. യേശു വിളിച്ചു പറയുന്നു, എൻ്റെ മഹത്വം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ശിഷ്യന്മാർക്ക്, എന്നിൽ വിശ്വസിക്കുന്നവരിലേക്ക് ഞാൻ കൈമാറുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പുതിയ നിയമ വെളിപ്പാടിൽ ഈ വലിയവനായ ദൈവം നിന്നിൽ വസിക്കുകയാണ്.
ആ വലിയ വെളിപ്പാടിൽ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്നു മുതൽ സകലതും മടങ്ങി വരാൻ തുടങ്ങും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വലിയ വചനത്തിൻ്റെ ശക്തി നിങ്ങളെ തൊടുമാറാകട്ടെ. ഒന്നുകൂടെ ശ്രദ്ധിക്കാമെങ്കിൽ ഒരു വചനം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ ആഗ്രഹിക്കുകയാണ്. ഹബൂക്ക് പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. എന്നെ കേൾക്കുന്നവരെ, സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അതിനെ സമുദ്രം എന്ന് വിളിക്കുന്നത്. ഇതേപോലെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെല്ലാം മഹത്വം നിറയാൻ പോവുകയാണ്. മഹത്വം ഒരിടത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തെല്ലാം അവസാനിച്ചിട്ടുണ്ടോ, നിങ്ങൾ എന്തെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ, അതെല്ലാം മഹത്വം തിരിച്ചു കൊണ്ടുവരും. കാരണം ഇനി പകുതി വിടുതൽ എന്നുള്ളതല്ല, പകുതി നന്മ എന്നുള്ളതല്ല, മഹത്വം സകലതിനെ മടക്കി കൊണ്ടുവരാൻ പോകുകയാണ്. എങ്കിൽ എൻ്റെ ചിന്തയിലേക്ക് ഞാൻ ആഴമായി നിങ്ങളെ ക്ഷണിക്കുകയാണ്. മഹത്വം വെളിപ്പെടുന്ന തലങ്ങളെക്കുറിച്ച് തുറക്കാൻ ആഗ്രഹിക്കും. ഒരു വ്യക്തിയുടെ മേളിൽ ആദ്യം വെളിപ്പെടുന്നത് 3 തലങ്ങളാണ്. അതിനകത്ത് 1-ാമത്തെ തലം വിശ്വാസമാണ്. വിശ്വാസത്തിലാണ് നമ്മൾ അത്ഭുതങ്ങളെ കാണുന്നത്. വിശ്വാസത്തിലാണ് നമ്മൾ പലരും ജീവിക്കുന്നത്. പൗലോസ് പറയുന്നത് ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. എന്നാൽ വിശ്വാസത്തിൻ്റെ ഒരു തലം നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു മനുഷ്യനിൽ വിശ്വാസം കൂടാം, വിശ്വാസം കുറയാം, വിശ്വാസം നഷ്ടപ്പെടാം. അവൻ നേരിടുന്ന സാഹചര്യങ്ങളിൽ പലരും പതറിപ്പോയിട്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അടുത്ത തലം എന്ന് പറയുന്നത് അനോയിന്റിംഗ് ആണ്, അഭിഷേകമാണ്. അഭിഷേകത്താൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വ്യക്തികളിൽ അഭിഷേകം സാഹചര്യങ്ങൾ മാറ്റിമറിക്കുന്നത് കാണാൻ പറ്റും. അഭിഷേകം താഴെ കിടന്നവനെ രാജാവാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അഭിഷേകം കൂടാം, അഭിഷേകം കുറയാം, അഭിഷേകം നഷ്ടപ്പെടാം. നമുക്ക് പഴയ നിയമത്തിൽ ശൗൽ രാജാവിനെ നോക്കിയാൽ കാണാൻ കഴിയും. അഭിഷേകം അവനെ രാജാവാക്കുന്നുണ്ട്. എന്നാൽ അവൻ ചെയ്ത തെറ്റിനകത്ത് അവൻ്റെ രാജ്യത്വം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തത് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അഭിഷേകം കൂടാം, അഭിഷേകം കുറയാം, അഭിഷേകം നഷ്ടപ്പെടാം. എന്നാൽ 3-ാമത്തെ തലമാണ് ഗ്ലോറി അല്ലെങ്കിൽ മഹത്വം. മഹത്വം ഒരിടത്ത് വെളിപ്പെട്ടാൽ മഹത്വത്തിന് 3 തലങ്ങളുണ്ട്. മഹത്വം വെളിപ്പെട്ടാൽ ദൈവം തന്നെ വെളിപ്പെട്ടു എന്നുള്ളതാണ് ആഴം. ഹല്ലേലൂയ. നിങ്ങളുടെ ഒരു വിഷയത്തിനകത്തും മഹത്വം വെളിപ്പെട്ടാൽ അത് സാക്ഷ്യമായി തീരുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമേ ആ സാക്ഷ്യം എടുക്കാൻ കഴിയത്തുള്ളൂ. എൻ്റെ ഭാഷയിൽ അതിനെ അത്ഭുതമെന്ന് വിളിക്കും. അസാധ്യം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഓരോ വിഷയത്തെയുമാണ് അത്ഭുതമെന്ന് വിളിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, എനിക്ക് നിങ്ങൾക്കും അത് അസാധ്യമാണ്. എന്നാൽ എൻ്റെ ദൈവം വിളിച്ചു പറയുന്നു, നിനക്ക് എന്നാൽ അത് സാധ്യം. ഇതാ മഹത്വം വെളിപ്പെടുമ്പോൾ ഈ എപ്പിസോഡിൽ ശ്രദ്ധിക്കുന്ന അനേകർക്ക് അസാധ്യങ്ങൾ സാധ്യമാകാൻ പോവുകയാണ്. 2-ാമത്തെ ആ മഹത്വത്തിൽ വെളിപ്പെടുന്ന തലം എന്ന് പറയുന്നത് ഈസിയായി അത് തുറന്നു വരും. ഹല്ലേലൂയ. ഈസിയായി തുറന്നു വരും എന്ന് പറഞ്ഞാൽ ചെങ്കടൽ അറിയാം, ഒരു രാജ്യത്തിനെ വിഭാഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചെങ്കടൽ അനേകർ തുറക്കണമെന്ന് കരുതിയാൽ മാസങ്ങൾ എടുക്കും. എന്നാൽ ഇതാ മോശയോടും ഇസ്രായേൽ മക്കളോടും ദൈവം ഇടപെടുകയാണ്. മോശയോട് പറയാണ്, ശത്രുവിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ഒറ്റ രാത്രി കൊണ്ട്, ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് മഹത്വം ചെങ്കടലിനെ 2ആക്കിയാണ്. എന്നെ കേൾക്കുന്നവരെ, മഹത്വം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഈസിയായി ചിലത് സംഭവിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് അവസാനിച്ചു. ആ വീഞ്ഞ് ചരിത്രകാരന്മാർ പറയുന്നത് മാസങ്ങൾ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഒറ്റ ദിവസം കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ വീഞ്ഞിനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയത്തില്ല. വീഞ്ഞിനെ മടക്കി കൊണ്ടുവരാം. പക്ഷെ മഹത്വം വെളിപ്പെട്ടാൽ ഈസിയായി അത് തുറന്നു വരും. ഹല്ലേലൂയ. കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് വിരുന്നുവാഴിക്ക് കോരിക്കൊടുക്കുവാൻ പറയുന്നു. മഹത്വം, ഹല്ലേലൂയ, ഈസിയായ തലങ്ങൾ തുറക്കും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ 10 വർഷം നടക്കാത്തത്, 20 വർഷം നടക്കാത്തത്, 30 വർഷം നടക്കാത്തത് ഈ മിനിറ്റിൽ ദൈവമേ നിന്റെ മഹത്വം എൻ്റെ വെളിയിൽ വെളിപ്പെടുത്തണമേ എന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടമായ, ഇല്ലാതായിപ്പോയ സകലതും തുറന്നു വരാൻ പോവുകയാണ്. ആത്മാവിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാ മാർത്തയോട് യേശു പറയുന്നു, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. വിശ്വസിച്ചാൽ മഹത്വം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറയും, മഹത്വം വെളിപ്പെടാൻ പോകും, മഹത്വം തുറന്നു വരാൻ പോകും. ഹല്ലേലൂയ. ചില ജീവിതങ്ങളിൽ അടഞ്ഞത് തുറക്കപ്പെടാൻ പോവുകയാണ്. ചില ജീവിതങ്ങളിൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഒന്നുകൂടെ എന്നെ കേൾക്കുന്നവർ ഈ സമയത്ത് വിശ്വസിക്കണമേ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ സകലതും ദൈവത്തിൻ്റെ മഹത്വത്താൽ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ സമയത്ത് തന്നെ ഞാൻ ആഴമായി ഒരു പദം കൂടെ വിളിച്ചു പറയുന്നു, മഹത്വത്തിൻ്റെ അടുത്ത തലം. ഹല്ലേലൂയ. മഹത്വം ഒരിടത്ത് വെളിപ്പെട്ടാൽ ദൈവത്തിൻ്റെ സൗന്ദര്യം വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ബ്യൂട്ടി വെളിപ്പെട്ടു വരും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? മഹത്വം ഒരു സ്ഥലത്ത് തുറന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, വിരുന്നുവാഴി പറയുകയാണ്, എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി വീഞ്ഞ് രുചിച്ചു നോക്കിയ ആളാണ്.
പക്ഷേ ഇതേപോലെ ഒരു വീഞ്ഞിനെ ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എത്രാമത്തെ വയസ്സിൽ എന്നെ ശ്രദ്ധിക്കുന്നതെന്ന് അറിയത്തില്ല, നിങ്ങളുടെ ജീവിതത്തിനകത്ത് മഹത്വം വെളിപ്പെടാൻ പോകുന്നു. അസാധാരണമായി ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഒന്ന് ആഴമായി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറ, മഹത്വത്തിൻ്റെ രാജാവ് ഇതാ വെളിപ്പെടാൻ പോവുകയാണ്. മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ തലമെന്ന് പറയുന്നത് നാളുകളായി എൻ്റെ മേളിൽ ദൈവം ഇടപെട്ടുന്ന ഒരു തലമാണ്. മഹത്വത്തിൽ മാത്രമേ നിനക്ക് വാഴാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ പല മേഖലകളിൽ നീ തകർന്നും വീണും എഴുന്നേറ്റുമായിരിക്കും പോകുന്നത്. കുടുംബ പ്രശ്നം നിന്നെ താഴ്ത്താൻ ചാൻസ് ഉണ്ട്. അറിയാം, നീ നേരിടുന്ന കടബാധ്യത നിന്നെ താഴ്ത്തുവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:19 വാക്യത്തിൽ ഇതാ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ വാക്യം ശ്രദ്ധിച്ചോ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമ്മുടെ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായി ഭാരപ്പെടുന്നവർ മഹത്വം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ പരാജയപ്പെടാൻ പോകുകയല്ല. സ്വർഗാതിസ്വർഗം വാഴുന്നവൻ നിന്റെ കയ്യിലേക്ക് മഹത്വം വെളിപ്പെടുത്താൻ പോവുകയാണ്. ഞാനൊന്ന് ആഴമായി നിങ്ങളോട് അത് വെളിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. 24-ാം സങ്കീർത്തനം അതിൻ്റെ 9-10 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതിനകത്തേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, മഹത്വം വെളിപ്പെട്ടാൽ ബ്യൂട്ടി ഓപ്പൺ ആകും, സൗന്ദര്യം ഓപ്പൺ ആകും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശാരീരികമായി നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ ചില രോഗം പിടിക്കുമ്പോൾ തന്നെ ഭയങ്കരമായി പ്രായമായി പോയുള്ള തോന്നും. ഡയബറ്റിക്, BP, അല്ലെങ്കിൽ പെട്ടെന്ന് നരച്ചു പോയുള്ള അനുഭവങ്ങൾ. പക്ഷെ മഹത്വം നിന്നെ സ്പർശിച്ചാൽ ലാസർ പുറത്തു വന്നതുപോലെ നാറ്റം വെച്ച അഴുകിയ ശരീരത്തെ മഹത്വം പുറത്തു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അവനെ പന്തിക്കിരുത്തുകയാണ്. മഹത്വം വെളിപ്പെട്ടാൽ നീ രാജാക്കന്മാരോട് കൂടെ ഇരിക്കാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇതാ വചന ശബ്ദം നിങ്ങളെ തൊടാൻ പോവുകയാണ്. വചനശക്തി നിങ്ങളുടെ മുന്നിൽ തൊടാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, വാഴാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഹല്ലേലൂയ. വാഴുക എന്നുള്ളത് മഹത്വത്തിനകത്താണ് ചലിക്കുന്നത്. ആദിമ മനുഷ്യനെ മഹത്വത്തിൽ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിട്ട് ആദിമ മനുഷ്യനോട് ദൈവം പറയുകയാണ്, വാഴുക സകലത്തിനും വേണ്ടി. ഹല്ലേലൂയ. ഞാൻ ഇതിനകത്ത് കഴിഞ്ഞ 6-ാം മാസത്തിലാണ് ആദ്യത്തെ ശബ്ദം കേൾക്കുന്നത്. വാഴാൻ അറിയത്തില്ലെങ്കിൽ അവൻ വീണു പോകും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് വാഴാൻ കഴിയത്തില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഏത് വിഷയത്തിനകത്താണോ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ലേ, നിങ്ങളെ വിളിച്ചത് മഹത്വത്തിൽ വാഴുവാൻ വേണ്ടിയാണ്. നിങ്ങൾ ദൈവരാജ്യത്തിൽ ജനിച്ചവരാണ്. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നവരാണ്. അതാ നിങ്ങളെ വാഴുവാൻ അവൻ വിളിച്ചിരിക്കുന്നു. ഈ വാക്യത്തിനകത്തേക്ക് നമ്മൾ വരികയാണ്. സങ്കീർത്തനം 24-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിലേക്ക്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. 10-ാമത്തെ വാക്യം, മഹത്വത്തിന്റെ രാജാവ് സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഈ 1-ാം തീയതി പൂർണ്ണമായിട്ടും ഒന്ന് വിശ്വസിച്ചുകൊണ്ട് മഹത്വത്തിന്റെ രാജാവ് ആരാണെന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയുകയാണ്. ആ ദൈവത്തോട് അടുക്കുവാനായിട്ട്, ആ ദൈവത്തെ നമ്മുടെ ജീവിതത്തിനകത്ത് ക്ഷണിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ഇതാ നിങ്ങളിൽ മഹത്വം വെളിപ്പെട്ട് വരാൻ പോകുന്നു. നിങ്ങൾ വാഴാൻ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് തടഞ്ഞു നിൽക്കുന്ന എല്ലാ മേഖലയിലും മഹത്വം കാര്യങ്ങളെ തീരുമാനിക്കാൻ പോവുകയാണ്. മഹത്വം ചുമക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മനുഷ്യർ പല ദിവസങ്ങളിൽ പല വർഷങ്ങളിൽ ചെയ്തത് ദൈവം ചില മിനിറ്റുകൾ കൊണ്ട് എന്നെ സാധിപ്പിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് ശിഷ്യന്മാരെ ദൈവം അക്കരയ്ക്ക് അയക്കുകയാണ്. അവർ പല നാഴിക ദൂരത്തെത്തിയപ്പോഴാണ് അവരുടെ ജീവിതത്തിനകത്ത് തിരമാലകൾ വന്നു കയറിയത്, കാറ്റടിച്ചത്. അവർ മരണത്തെ കാണാൻ തുടങ്ങുമ്പോൾ മഹത്വം ചുമക്കുന്നവൻ ചില മിനിറ്റുകൾക്കുള്ളിൽ ആ തിരമാലയുടെ മുകളിലൂടെ അവരെ അടുക്കലേക്ക് ചെല്ലുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ലോകത്തിൽ പല വിഷയങ്ങളും പലവരെ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും നീ അതിൻ്റെ മുകളിൽ വാഴാൻ പോകുകയാണ്. നീ അതിൻ്റെ മുകളിൽ വാഴാൻ പോകുന്നു. കാരണം മഹത്വത്തിൻ്റെ രാജാവ് നിന്നിൽ വെളിപ്പെടുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ കണ്ണുകളൊന്ന് അടച്ച് സമർപ്പിച്ച് മഹത്വം വെളിപ്പെട്ട് വരട്ടെ. മഹത്വത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഈ മിനിറ്റിൽ സ്വീകരിക്കാൻ നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. മഹത്വം നിങ്ങളിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ പോകുന്നു. വിശ്വസിച്ചാൽ മഹത്വം വെളിപ്പെട്ട് വരും. നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം. അത്ഭുത സാക്ഷ്യത്തിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വന്നാട്ടെ. രണ്ട് മാസം മുമ്പ് ജൂലൈ മാസത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ റിസൾട്ട് പോസിറ്റീവായിരുന്നു. തുടർന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് സ്കാനിങ്ങിനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും പറഞ്ഞു.
പക്ഷേ രണ്ടിൻ്റെയും റിസൾട്ട് വന്നപ്പോൾ വളരെ വിഷമിപ്പിക്കുന്ന റിസൾട്ടായിരുന്നു. സ്കാനിങ്ങിനകത്ത് ഒന്നും തെളിഞ്ഞിട്ടില്ലെന്നും ബ്ലഡിനകത്ത് വളർച്ച കുറവാണെന്നുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഡോക്ടർ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാൻ പറഞ്ഞു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. അന്നേരം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൽ പ്രഗ്നൻസിയുടേതായ യാതൊന്നും കാണുന്നില്ലെന്നും വളർച്ച മുമ്പത്തേക്കാളും കുറവാണെന്നും ഡോക്ടർ പറഞ്ഞു. ഇനി അത് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, 2 ആഴ്ച കഴിയുമ്പോൾ ബ്ലീഡിങ് ആയിട്ട് അത് പോകുമെന്ന് പറഞ്ഞു. വളരെ വിഷമത്തോടെ ഞാൻ വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ബുധനാഴ്ച ഇവിടെ പ്രയർ നടക്കാൻ നേരത്ത് ഞാനിവിടെ വന്നപ്പോൾ റോയി പാസ്റ്റർ ഇങ്ങനൊരു മെസ്സേജായിരുന്നു പറഞ്ഞത്. ജീവിതത്തിൽ വഴിയടങ്ങിയവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തവർക്ക് വേണ്ടി ദൈവം സൂപ്പർ നാച്ചുറലായി പ്രകൃതിക്ക് അതീതമായ രീതിയിൽ വഴി തുറക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവസാനം പ്രയർ കഴിഞ്ഞപ്പോൾ പാസ്റ്ററിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ അത് പോവും, ബ്ലീഡിങ് ആയിട്ട് പോവും, വളർച്ച കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ എൻ്റെ അടുത്ത് തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവമാ നിൻ്റെ ഉദരത്തിൽ ഈ കുഞ്ഞിനെ തന്നെങ്കിൽ ദൈവം അതൊരിക്കലും നശിപ്പിക്കത്തില്ല. എൻ്റെ ദൈവം നശിപ്പിക്കുന്ന ദൈവമല്ല, എൻ്റെ ദൈവം പുനരുദ്ധാരണത്തിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വേറൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. അന്നേരം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഉള്ളിൽ ജീവൻ്റെ തുടിപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്കാനിങ്ങിന് പോയി. അവിടുത്തെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന യേശു ആ സ്കാനിങ് റിപ്പോർട്ടിൽ ആ ജൂലൈ മാസത്തിൽ തന്നെ ഒന്നുമില്ലയെന്ന്, പ്രഗ്നൻസിയുടെ യാതൊരു ലക്ഷണവും ഇല്ലയെന്ന് പറഞ്ഞ ജൂലൈ മാസത്തിൽ ആ സ്കാനിങ് റിപ്പോർട്ടിൽ കുഞ്ഞിന് 7 ആഴ്ചയും 3 ദിവസം എന്നുള്ള അത്ഭുത റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. ഇത്രയും വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്ത എൻ്റെ യേശുവിന് 1000 നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റോയി പാസ്റ്ററിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ആമേൻ. അക്കരമൊന്ന് ഉയർത്തി അൾട്രാസൗണ്ട് ചെയ്തതും അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ടുമാണ്. അതേപോലെ ഇവിടെ ബ്ലഡ് റിസൾട്ടുണ്ട്. അതേപോലെ ഉള്ളിൽ കുഞ്ഞിൻ്റെ സ്കാനിങ് അല്ലെങ്കിൽ ആ ഫോട്ടോ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ സൗകര്യം അന്ന് ഇവിടെ കരച്ചിലോടാണ് വന്നത്. എല്ലാം അവസാനിച്ചു, തീർന്നു, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 2 ആഴ്ച കഴിയുമ്പോൾ അത് കാണാതെയാകും, അറിയാം, നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ തീർന്നെന്ന് പറയുന്നിടത്ത് പച്ചവെള്ളം കൊണ്ട് അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നതെങ്കിൽ വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. എൻ്റെ വീട് ആലുവ പറവൂർ സ്ഥലം തട്ടാമ്പടി. ഞാൻ ഈ സഭയിൽ വന്നു തുടങ്ങിയിട്ട് 8 വർഷമായി. 8 വർഷം കഴിഞ്ഞു. എൻ്റെ മോളെന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് സൗഖ്യം കിട്ടിയത് ഇവിടെ വന്നിട്ടാണ്. ജന്മനാൽ എൻ്റെ മോൾക്ക് ശ്വസിക്കുന്ന നാളമുണ്ടായിരുന്നില്ല, ശ്വസിക്കാൻ കഴിയാത്തൊരു കുഞ്ഞായിരുന്നു. ഈ സഭയിൽ വന്ന് അവൾക്ക് സൗഖ്യം കിട്ടി. രണ്ടാമത് എൻ്റെ മകൻ്റെ സാക്ഷിയാണ്. എൻ്റെ മകനെ ജനിച്ചപ്പോൾ ഉള്ള അസുഖം തന്നെയായിരുന്നു, യൂറിൻ അറിയാതെ പോലെ. 5 വയസ്സായപ്പോഴും ഞങ്ങൾ അറിഞ്ഞത്. സ്കൂളിൽ ചേർത്തതിന് ശേഷമാണ് ഇവനിങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ. പല ഡോക്ടർമാരെയും കണ്ടപ്പോൾ പറഞ്ഞ് അവന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ്. ഞങ്ങൾ സർജറി ചെയ്യാനല്ല പോയത്. ഞങ്ങൾ സഭയിൽ വന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ പാസ്റ്ററോട് പറഞ്ഞു. ഞങ്ങളും പ്രാർത്ഥിച്ച് എല്ലാ ആഴ്ചയിലും സഭയിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അവനിപ്പോൾ അവൻ്റെ രോഗസൗഖ്യമായി. ഇപ്പം ആ മൂത്രം പോകുന്നില്ല. മൂന്നാമത്തെ ഒരു സാക്ഷി എന്ന് പറയുന്നത്, ഇവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവൻ്റെ മേത്തൊരു ബൈക്ക് തട്ടി. ഇവൻ 2 മീറ്ററോളം അകലെ പോയി തെറിച്ച് വീണ്. ഭയങ്കര വണ്ടികൾ ഒഴുകുന്ന റോഡാണ് തട്ടാമ്പടി റോഡ്. ആ റോട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയതാണ് രാവിലെ പഠിക്കാൻ. ബൈക്ക് അടിച്ചിട്ട് കൊച്ചു ഒരുപാട് ദൂരെ തെറിച്ച് വീണിട്ടും കൊച്ചിൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടി, മുട്ടുകാലിൻ്റെ എല്ല് പൊട്ടി. 2 മാസം ഈ പ്ലാസ്റ്റർ ഇട്ടിരുന്നെങ്കിലും അവന് ആ തലയ്ക്ക് എന്തെങ്കിലും കേടുപറ്റിയോ ഒന്നും ചെയ്തില്ല. അവൻ തല മൊത്തത്തിൽ സ്കാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്കാൻ ചെയ്യണില്ല, ഞങ്ങളുടെ ഡോക്ടർ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ ധൈര്യപ്പെട്ട് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് ചെയ്തില്ല. ഒരു കുഴപ്പമില്ലാതെ ദൈവം സഹായിച്ച്. പിന്നെ 4ാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, ഞാനിവിടെ പ്രാർത്ഥിക്കാൻ സ്ഥിരമായിട്ട് വരുന്നുകൊണ്ടിരുന്നാണ്. ഇപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല, ജോലി കാരണം കൊണ്ട് വരാത്തത്. ഇപ്പോൾ പാസ്റ്റർ എന്നോട് ദൂത് പറഞ്ഞു, സിസ്റ്റർക്ക് എവിടെ നിന്നോ ഒരു നന്മ വരുന്നുണ്ട്, അത് പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ എനിക്കറിയില്ല, എവിടെ നിന്നോ വരണമെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പഞ്ചായത്തിൽ ജോലി കിട്ടി. ഞാനിപ്പോൾ പഞ്ചായത്തിൽ ജോലിക്ക് പോകാറുണ്ടാണ്. ഞായറാഴ്ച ദിവസങ്ങൾ പോലും എനിക്ക് ലീവ് എടുക്കാൻ പറ്റാറില്ല.
വീട്ടിലാണെങ്കിൽ വയ്യാത്തൊരു കുട്ടിയുണ്ട്, അവൾ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്പോൾ അവൾക്ക് ഞാൻ 5 മാസമായി ജോലിക്ക് പോയി തുടങ്ങിയിട്ട്. ഇപ്പോൾ 5 മാസമായിട്ട് അവൾക്കൊരു അസുഖം ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ അഭിഷിക്തനോട് ഞാൻ 2 പ്രാർത്ഥനാ വിഷയം പറയാൻ ഞാൻ വന്നു. എങ്കിലും അത് ആത്മാവിൽ എന്നോട് തന്നെ അത് വെളിപ്പെടുത്തി പറഞ്ഞു. ആ വിഷയം 2ഉം കർത്താവ് അത്ഭുതം ചെയ്ത്. ഒന്ന് എൻ്റെ മകൾക്ക് വേണ്ടി, നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ടിലായിരുന്ന മകൾക്ക് വീണ്ടും അവൾ റിസൈൻ ഇട്ട് ശമ്പളം കുറവാണെന്ന് പറഞ്ഞ്. അങ്ങനെ ആ വിഷയത്തിന് ഞാനും മകളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദേവദാസൻ മകളോട് പറഞ്ഞ് 20-നകം നീ വീണ്ടും സന്തോഷിക്കുമെന്ന്. 17-ാം തീയതി മകൾക്ക് അവിടുന്ന് ഓർഡറായി. മോൾ മധുരയിൽ എയർപോർട്ടിൽ ജോലിക്ക് കയറി ശമ്പളത്തോടുകൂടി. കർത്താവ് ചെയ്ത വൻ കാര്യങ്ങൾക്ക് ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്യും? രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. വീണ്ടും ഞാനൊരു പ്രാർത്ഥനാ വിഷയം പാസ്റ്ററോട് പറഞ്ഞ്, എൻ്റെ മകന് ഒരു ജോലിക്കാരിയും, മകൻ ദുബൈയിലെ ഒരു ഡ്രൈവറായിരുന്നു. എങ്കിലും മകൻ എൻ്റെ കൂടെ വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. അപ്പോൾ മകൻ എന്നോട് ഇതുവരെയും ജോലി കാര്യങ്ങളൊന്നും പറയത്തില്ല. എന്താ പറഞ്ഞാൽ അമ്മ എപ്പോഴും പറയും, മോനെ യേശു അത് ചെയ്യുമെന്ന്. അതുകൊണ്ട് മകൻ പറയാതിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വിളിക്കുന്ന, അമ്മേ എനിക്കൊരു ജോലിക്ക് പ്രൊമോഷനായിട്ടുണ്ട്. എൻ്റെ MD വിളിച്ചിട്ട് പറയുന്നു, നീ അടുത്ത മാസം മുതൽ സൂപ്പർവൈസറായിരിക്കും. അപ്പോഴും മോനിത് കേട്ടിട്ട് പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്. ഞാൻ ആ ഒരു വാക്കിന് വേണ്ടി മകനോട് ആഗ്രഹിച്ചിരുന്നു. കർത്താവ് അതും ചെയ്ത്. ഇനിയും ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, സഹോദരി എനിക്കൊരു വിഷയമുണ്ട്, പ്രാർത്ഥിക്കണം. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ഞാനും പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിൻ്റെ മേലും അത്ഭുതം ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ നന്ദി പറയുന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷിബു, ഹരിപ്പാട് നിന്ന് വരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചത്തെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ദാസനിൽ കൂടെ ഒരു അരുളപ്പാടിക്കുണ്ടായി. 7 ലക്ഷം രൂപയുടെ ബാധ്യതന്മേൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുമെന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, 7 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 9 ലക്ഷം രൂപയുടെ ഒരു ക്രമീകരണം എനിക്ക് ദൈവം തന്നു. ഏട്ടത്തേമ്മ ഞാൻ ഭയങ്കര കരുതലാണ്. വിളിച്ച് പറഞ്ഞു ഭാരപ്പെടുമൊന്നും വേണ്ട. കാരണം എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു പോയ വ്യക്തിയെ അപ്രതീക്ഷിതമായി എൻ്റെ മേലുള്ള സഹായങ്ങളൊക്കെ ശത്രു ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഒരു കഷ്ടത വന്നതുകൊണ്ട് എൻ്റെ ഏകദേശം 60,000 രൂപ മേൽ ഞാൻ മാസം പലിശ കൊടുക്കുന്നൊരു വ്യക്തിയാണ്. ഒരു 9,500 രൂപയുടെ പലിശയിൽ നിന്ന് എനിക്ക് കുറവ് കിട്ടി. അപ്പം അതോടൊപ്പം തന്നെ ദേവദാസിൻ്റെ പ്രാർത്ഥന എനിക്ക് പല സ്ഥലങ്ങളിൽ ഞാൻ തലകുണിച്ചാണ് നിന്നത്. എന്നിവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു. അതിനുശേഷം കുറച്ചൊന്ന് തല ഉയർത്തി നിൽക്കാനേ എനിക്ക് പറ്റുന്നുണ്ട്. പ്രിയരെ, ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി വിശ്വസിക്കുകയാണ്. പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ദൈവത്തിന് വലിയ കരം ചലിക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി ദൈവം വലുത് ചെയ്യാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹത്വം സ്പർശിച്ചാൽ വർഷങ്ങൾ നടക്കാത്തത് വെളിപ്പെടാൻ പോകുന്നു. സൗഖ്യം വെളിപ്പെടാൻ പോകുന്നു. വിടുതൽ വെളിപ്പെടാൻ പോകുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അങ്ങ് വർഷങ്ങളായി കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ മേളിൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്താൻ പോകുകയാണല്ലോ. തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകർക്ക് അങ്ങ് വാതിൽ തുറന്നു കൊടുക്കാൻ പോകുന്നല്ലോ. അപ്പാ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് ചില കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുന്നു. നിങ്ങൾ മഹത്വത്തിൻ്റെ സാക്ഷികളാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ സാക്ഷ്യം ഇതാ ലോകത്തിൻ്റെ അറ്റത്തോളം വെളിപ്പെട്ട് വരാൻ പോകുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ മുമ്പോട്ട് പോകാൻ പോവുകയാണ്. സ്വർഗീയമായ ബലം നിങ്ങളുടെ മേലിൽ വെളിപ്പെട്ട് വരുന്നു. കർത്താവേ, തകർന്നു കിടക്കുന്നവരെ പണിയുന്ന മഹത്വം. ഹല്ലേലൂയ. അവസാനിച്ചെന്ന് പറഞ്ഞ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ മഹത്വം എന്നെ കാണുന്നവരുടെ മേലേക്ക് വെളിപ്പെട്ട് വരട്ടെ. കർത്താവ്, ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷീലയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നെ തൊടണമേ അപ്പാ. ഞാൻ ഈ സമയത്ത് തന്നെ മാത്യു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ ബ്രതറിനെ ദൈവം സ്പർശിക്കണമേ അപ്പാ. ഞാൻ സുനിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവ
ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരണമേ അപ്പ. ഷിബായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അത്ഭുതം അങ്ങ് ചെയ്യണമേ അപ്പ. പ്രത്യേകിച്ച് തലമുറയുടെ ഭാരത്തിനകത്തും എന്നെ കേൾക്കുന്നവരുണ്ടല്ലോ അപ്പ, അവരെ അങ്ങ് സ്പർശിക്കേണ്ടവരായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നീണ്ട നാളുകളായി എഴുന്നേൽക്കാൻ കഴിയാതെ തളർവാദ രോഗം പോലെ ആക്സിഡൻറ്റിനൊക്കെ വന്ന് കിടക്കുന്നവരുണ്ടല്ലോ, ഇപ്പോൾ മഹത്വം സ്പർശിക്കട്ടെ. ലാസറിനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന മഹത്വം കർത്താവെ ഇവരെ തുടരണമേ അപ്പ. ഇവരുടെ ജീവിതത്തിനകത്ത് ഈ 2025 തിരുവായി തീരട്ടെ. ഇവരുടെ ജീവിതത്തിനകത്ത് അത്ഭുതത്തെ കൊണ്ടുവരട്ടെ കർത്താവെ. പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ്, മഹത്വം വെളിപ്പെടുന്നു, അത്ഭുതം വെളിപ്പെടുകയാണ്, ദൈവശക്തി വെളിപ്പെടുകയാണ്. കർത്താവിൻ്റെ കര ഇവർക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. കർത്താവെ ഇവരെ മഹത്വം സ്പർശിക്കുന്നതിനായി നന്ദി, ദൈവ തേജസ് ഇവരെ സ്പർശിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയത്ത് തന്നെ ഹല്ലേലൂയ ഞാൻ കാണുന്നു ജോൺ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ജോണിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അത്ഭുതം വെളിപ്പെടട്ടെ. നിൻ്റെ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നു, ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് കർത്താവെ. അതേപോലെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇപ്പോൾ വെളിപ്പെട്ട് വരികയാണ്, ദൈവത്തിൻ്റെ വലിയ കരം ഇപ്പോൾ വെളിപ്പെട്ട് വരികയാണ് കർത്താവെ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഹല്ലേലൂയ ദൈവം എന്നെ കാണിക്കുന്നത് സുലോചന എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ മകൾക്ക് വേണ്ടി അത്ഭുതം ദൈവം ചെയ്യുകയാണ്. ആ സമയത്ത് തന്നെ കർത്താവ് ഹല്ലേലൂയ എന്നോട് സംസാരിക്കുന്നു, ബിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിജുവിൻ്റെ ജീവിതത്തിനകത്ത് മഹത്വം ചിലതിനെ എഴുന്നേൽപ്പിക്കുകയാണ്. നഷ്ടപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട് ഭാരപ്പെടുന്ന ചിലവർക്ക് ഈ ദിവസം മുതൽ വഴികൾ തുറക്കുകയാണ്. എക്സാം എഴുതിയിട്ട് പാസ്സാകാൻ പറ്റാതെ നിൽക്കുന്നവർക്ക് അത്ഭുത വഴികൾ, കുടുംബ തകർച്ചയിൽ നിൽക്കുന്നവർക്ക് മഹത്വം അത്ഭുതത്തെ കൊണ്ടുവരട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറുകളിലേക്ക് വേഗത്തിൽ വിളിച്ച് നിങ്ങളുടെ സാക്ഷ്യവും നിങ്ങളുടെ പ്രാർത്ഥന വിഷയം അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് 9072 എന്ന അത് വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ, മെസ്സേജ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ തന്നെ റിപ്ലൈ ചെയ്യുന്നതാണ്. 811 നിങ്ങൾ വിളിച്ചാട്ടെ, അത് പ്രയർ ലൈനാണ്. നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായി പ്രാർത്ഥിക്കും. ഈ പുതിയ വർഷം ഞങ്ങളും ഒരുങ്ങുകയാണ് നിങ്ങളുടെ വിടുതലുകൾ കാണുവാനായിട്ട്, അത്ഭുതം കാണുവാനായിട്ട്. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്, നിങ്ങളെ ക്ഷണിക്കുന്നു, നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഹല്ലേലൂയ ഈ എപ്പിസോഡുകളെ സഹായിക്കാൻ പറ്റുകയും ചെയ്താട്ടെ. കേരളത്തിൽ പലയിടങ്ങളിലും നമ്മുടെ ആരാധന നടക്കുകയാണ്. പ്രത്യേകിച്ച് എറണാകുളത്ത്, തൃശ്ശൂരിൽ, കൊല്ലത്ത്, തിരുവനന്തപുരത്തൊക്കെ നമ്മുടെ ആരാധന നടക്കും. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കും, നിങ്ങളെ അത്ഭുതത്തിലേക്ക് നടത്തപ്പെടാൻ പോകുന്നു. ഓരോ ആരാധനകളിലേക്കും കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ വലിയത് പ്രതീക്ഷിക്കുക, മഹത്വം വലുത് കൊണ്ടുവരും. ദൈവം നിങ്ങളെ ഉയർത്തും. ആമേൻ, 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 ആമേൻ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.